എപ്പോഴും ഓർത്തോളണം, ഇന്ന് നമ്മൾ ജപിക്കുന്നത്. ഞാൻ നേരെ പ്രഹ്ലാദ ചരിതത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മുടെ സമയം മറ്റൊന്നിനും അനുവദനീയമല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രഹ്ലാദൻ്റെ കഥയാണെങ്കിൽ നരസിംഹമൂർത്തി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 7-ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ മുൻപത്തെ ഒരു കഥയും കൂടി കണക്ട് ചെയ്തിട്ട് വേണമല്ലോ പറയാൻ. ഹിരണ്യാക്ഷവധം ആരാണ്? ഭഗവാൻ വരാഹരൂപത്തിൽ വന്ന് ഹിരണ്യാക്ഷവധം ചെയ്തപ്പോൾ ആ ഹിരണ്യാക്ഷൻ മരിക്കപ്പെട്ടപ്പോൾ ഹിരണ്യകശിപുവായ സഹോദരൻ പ്രതിജ്ഞ ചെയ്യാണ്, എൻ്റെ സഹോദരൻ ഹിരണ്യാക്ഷനെ വധിച്ച ഹരിയുടെ രക്തമെടുത്ത് എനിക്ക് തർപ്പണം ചെയ്താലേ അവനോടുള്ള എൻ്റെ കടമ തീരുള്ളൂ എന്ന്. നീൾക്ക് രക്തം വേണം, ബ്ലഡ് ബാങ്ക് എന്നല്ല, ഹരിയുടെ തന്നെ ബ്ലഡ് വേണം. അപ്പം അതുകൊണ്ടൊരു പ്രതിജ്ഞ ചെയ്തു, ഹരിയെ ഞാൻ കൊന്നിരിക്കുന്നു. എന്നിട്ട് ഹരിയെ എങ്ങനെ കിട്ടും? അതിനുവേണ്ടി അദ്ദേഹം ശാസനം നൽകി, ആരും ഇനി ആ രാജ്യത്തിൽ ഹരിയുടെ നാമം, യജ്ഞങ്ങൾ, സത്കർമ്മങ്ങൾ ഇതൊന്നും ചെയ്തു പോകരുത്. കാരണം അങ്ങനെയൊക്കെയുള്ളിടത്ത് ഹരി വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഹരി അവിടെ വന്നിട്ട് സുഖിക്കണ്ട. അപ്പം ഹരിക്ക് ശക്തി പകരുന്ന, ഹരിക്ക് ഊർജം പകരുന്ന ഒരു പ്രവൃത്തി ഇവിടെ വേണ്ട. ഹരി എൻ്റെ ശത്രുവാണ്. ഇനി അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ചൊല്ലണം എന്നുണ്ടെങ്കിൽ നാരായണ എന്നൊന്നും ചൊല്ലണ്ട. എന്ത് ചൊല്ലിയാൽ മതി? ഹിരണ്യായ നമഃ. എന്താണ്? ഹിരണ്യായ നമഃ. ഹിരണ്യായ നമഃ. എനിക്ക് തോന്നാറുണ്ട് അതിന്നാണോ ഹെർണിയ വന്നത് എന്നുള്ളത്. ഇങ്ങനെ ഹിരണ്യായ നമഃ ഒരു മന്ത്രവും പറഞ്ഞു കൊടുത്തിട്ട് ആളുകളോട് പറഞ്ഞു, ഇത് ചൊല്ലിയാൽ മതി. ആ പാവം പ്രജകളൊക്കെ ഹിരണ്യായ നമഃ ഹിരണ്യായ നമഃ ഈ മന്ത്രവും പറഞ്ഞ് ഇവരെയൊക്കെ നല്ല സത്കർമ്മത്തിൽ നിന്ന് മാറ്റി അങ്ങനെ വളരെ ദുഷ്ടനും ക്രൂരനും നീചനുമായിരിക്കുന്ന ഹിരണ്യകശിപു. ഈ ക്രൂരന്മാരിൽ നല്ലവരും ഉണ്ടാവും, നല്ല ബുദ്ധി ഉണ്ടാവും. ഇവൻ വീട്ടിൽ പോയപ്പം അമ്മ മകൻ മരിച്ച ദുഃഖത്തിൽ വിഷമിച്ചിരിക്കുക. അമ്മയുടെ പേര് ദിതി. ആ ദിതിയെ പിന്നെ ഉപദേശിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഭാഗവതത്തിൽ കാണാം. അമ്മയോട് പറയുകയാണ്, മകൻ്റെ മരണത്തെ ഓർത്തൊട്ടും ദുഃഖിക്കണ്ട. നമ്മളൊക്കെ ഒരു കാര്യം ഓർക്കണം, അതായത് ജീവൻ ഒരിക്കലും നശിക്കുന്നില്ല. അപ്പം നശിക്കാത്ത ഒന്നിനെക്കുറിച്ച് എന്തിനാ അമ്മ ദുഃഖിക്കുന്നത്? ആരെ ഓർത്ത് ദുഃഖിക്കണം? അമ്മ ദുഃഖിക്കുന്നത് അമ്മയുടെ സ്വാർത്ഥമാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് കുറെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തു, കൗൺസിലിങ്. എന്നിട്ട് അവസാനം അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ബോധം, ആത്മാന്നൊക്കെ പറഞ്ഞാൽ ഈ ശബ്ദങ്ങൾ വല്ല അർത്ഥമാവും? അപ്പം അമ്മയോട് പറയാണ്, സത്യത്തിൽ അമ്മ കരയുന്നുണ്ടല്ലോ മകനെ കോർത്ത്, മകൻ മരിച്ചു. ആ മകനെ അമ്മ കണ്ടിട്ടുണ്ടോ എന്ന്. അമ്മ മകനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഈ ചോദ്യം വളരെ രസാട്ടോ. ഞാൻ സത്യത്തിൽ ഈ ഒരു ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണത്. പറയാണ്, അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കൂ, അമ്മ മകനെ ഇത്രയും കാലം പ്രസവിച്ച് വളർത്തിയിട്ട് ശരിക്കും അമ്മ മകനെ കണ്ടിട്ടുണ്ടോ എന്ന്. അമ്മ മകനെ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഈ ചോദ്യം നമ്മൾ ഒന്ന് ആഴത്തിൽ പരിശോധിക്കണം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, പരസ്പരം കാണുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ ശരിക്കും നമ്മളെയൊക്കെ കാണുന്നുണ്ടോ? കൂടെ വന്നില്ലേ നിങ്ങൾ? ഇപ്പം നിങ്ങളെ മറ്റൊരാൾ ശരിക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്മളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കാണുന്നുണ്ടോ? കൂടെ വന്നില്ല. ഇപ്പം ഭാര്യയും ഭർത്താവും പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ പറയാം, പെണ്ണിനെ കണ്ടു എന്നാണ്. ശരിക്കും പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഭർത്താവിനെ കണ്ടു എന്ന് പറയണു, കണ്ടിട്ടുണ്ടോ? നമ്മൾ പരസ്പരം കാണുന്നുണ്ടോ? അപ്പം ഈ കാണുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതി എന്ന് പറയുന്നത് ഒരു രൂപത്തെ കാണാനേ നമുക്ക് പറ്റുള്ളൂ. രൂപമില്ലാത്ത ഒരു ശക്തിയെ കാണാൻ നമ്മുടെ കണ്ണിന് പറയൂ. ഇനിയുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം. നിങ്ങൾ സത്യത്തിൽ വ്യക്തിയാണോ ശക്തിയാണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചിന്തിച്ചിട്ട് തരിക. നിങ്ങൾ വ്യക്തിയാണോ ശക്തിയാണോ? മനസ്സിലായില്ല? നിങ്ങളുടെ മനസ്സ്, ആ മനസ്സും അതുപോലെ പ്രാണനും ഇതൊക്കെ ചേർന്നൊരു വ്യക്തിയാണല്ലോ. അപ്പം നിങ്ങൾ ഈ പ്രാണൻ ചലിക്കുന്നത് കൊണ്ടല്ലേ ഈ ശരീരം ചലിക്കുന്നത്? ആണോ? നാഡികളിലൂടെ പ്രാണൻ ചലിക്കുന്നത് കൊണ്ടാണ് ശരീരം ചലിക്കുന്നത്. ആണോ? ആ നാഡികൾക്ക് വല്ല കേടും വരട്ടെ, ഒരു ഭാഗം പോലും ചലിക്കില്ല. കണ്ടില്ലേ പാരലൈസ് ആയിട്ട് കിടക്കുന്ന, സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആളുകളെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ
പ്രാണൻ ചലിക്കുന്നത് കൊണ്ട് ശരീരം ചലിക്കുന്നു. ഇതുപോലെ ചിന്തകളിലല്ലേ ഞാനെന്ന ഭാവവും എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നങ്ങളും ആണോ, എൻ്റെ കഴിവും ആണോ അല്ലയോ? അപ്പൊ ഈ മനസ്സും പ്രാണനും ചേർന്നിരിക്കുന്ന ഒരു കൂട്ടാണ് ഞാനും നിങ്ങളൊക്കെ. അങ്ങനെയുള്ള നിങ്ങളെ വേറൊരാൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തിയാണോ ശക്തിയാണോ? കൂടെ വന്നില്ല എപ്പോഴും. നിങ്ങളൊരു വ്യക്തിയാണോ നിങ്ങളൊരു ശക്തിയാണോ? കൂടെ മനസ്സിലായില്ല. വ്യക്തിയാണോ ശക്തിയാണോ? ശക്തി പോയാൽ പിന്നെ വ്യക്തി ഇല്ലല്ലോ, പിന്നെ ശവമല്ലേ. അപ്പൊ ശക്തി ഉള്ളത് കൊണ്ടല്ലേ വ്യക്തി ഉള്ളത്, ആണോ? അപ്പൊ നമ്മളെ മറ്റൊരാൾ ശരിക്കും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആ വ്യക്തിഭാവത്തെ കാണുന്നുണ്ട്. ഏതിനെ കാണുന്നില്ല? നിങ്ങളുടെ ശക്തിഭാവത്തെ. ശക്തി പോയാൽ നിങ്ങളും ഇല്ല, ഉണ്ടോ? അപ്പൊ നമ്മളെ കണ്ടു എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു പുറന്തോട് മാത്രമേ കാണുന്നുള്ളൂ. അകംഭാവത്തെ കാണാൻ, അകം പൊരുളിനെ കാണാൻ, അകശക്തിയെ കാണാൻ ഒരാൾക്കും, ഉറക്കെ പറയൂ, കണ്ടിട്ടില്ല, കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആരും ശരിക്കും ആരെയും പൂർണ്ണമായി കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ കാണാത്ത ഒന്നിനെ കുറിച്ചിരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ എന്താണ് ജീവൻ പോയി. ജീവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ അടിച്ചു വിടുക തന്നെയാണ്, അല്ലേ? ആണോ? ഇതൊക്കെ കാണാതെ പറയുന്ന വരികളാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ അമ്മ കരയേണ്ടതുണ്ടോ? അമ്മയ്ക്ക് ഇതൊക്കെ കൂടെ പറഞ്ഞ് 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 അമ്മയുടെ ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മയുടെ ദുഃഖം മാറി. കാരണം അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ കാണാത്ത മകനെ കുറിച്ചിരുന്ന് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ആശാൻ നമ്മുടെ ഹിരണ്യകശിപു പറയുന്നത് അറിയോ? ഇനി എനിക്ക് ഒരു എക്സ്ട്രാ പവറും കൂടി വേണം. ഹരിയെ കൊല്ലണമെങ്കിൽ ഈ പവറൊന്നും പോരാ, അതുകൊണ്ട് ഞാൻ തപസ് ചെയ്യാൻ പോണു എന്ന് പറഞ്ഞ് ത്രികൂടത്തിൽ പോയി തപസ് ചെയ്തു എന്നാണ്. കഠിനമായ തപസ്. നമ്മൾ പറയില്ലേ നിന്ന കാലിൽ അവൻ കാര്യം സാധിച്ചെടുത്തു എന്ന്. ഇതുപോലെ നിന്ന വിരലിൽ നിന്നിട്ട് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത്. അന്നൊക്കെ ഈ ദേവന്മാര് പെട്ടെന്ന് പ്രകടമാവുന്ന കാലാണത്രേ. തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ദേവനെ പ്രകടമാക്കി. എന്താ ഈ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കൊച്ചുകുട്ടി, ചില കുട്ടികളുണ്ടല്ലോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ അമ്മയുടെ പിന്നാലെ പറഞ്ഞ് 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 ശരി അത് വാങ്ങിച്ചു തരാൻ നിനക്ക് എന്ന് പറയുന്ന പോലെയാണ് ദേവന്മാരുടെ വരം കൊടുക്കല്. പറഞ്ഞ് 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 ദേവൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ്, ഇവൻ ബ്രഹ്മാവിനെയൊക്കെ ഒന്ന് സ്തുതിച്ചു നന്നായിട്ട്. ബ്രഹ്മാവിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ദേവന്മാർക്ക്. ആര് സ്തുതിച്ചാലും ഉടനെ തന്നെ പ്രീതനായിട്ട് ഭക്ത വരം എന്താണ് വേണ്ടത്? ഭൂയും പൃച്ഛ, ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഇത് കേട്ടപ്പോഴേക്കും ഇവരാവേശം കൂടി. ഇവൻ അങ്ങോട്ട് ചോദിച്ച വരങ്ങളാണല്ലോ ഏത്? പകല് മരണം ഉണ്ടാവരുത്, രാത്രിയിൽ ഉണ്ടാവരുത്, വീടിന് അകത്തും ഉണ്ടാവരുത്, വീടിന് പുറത്തുണ്ടാവരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, പിന്നെന്താണ് ആകാശത്തിൽ വെച്ച് കൊല്ലരുത്, വെള്ളത്തിൽ വെച്ച് കൊല്ലരുത്. ബ്രഹ്മാവ് കൈകൂപ്പി ഒരുവിധ എല്ലാ ഇൻഷുറൻസും കവർ ചെയ്തിരിക്കുക. ഇവന് അങ്ങനെയൊന്നും ഇനി ഒരു ചാവലില്ല. കാരണം എത്ര പ്രൊട്ടക്ഷനാണ്, എല്ലാ വരവും ചോദിച്ചു വെച്ചിട്ടുണ്ട്. തമാശയായിട്ട് പറയും, ഇത് പറഞ്ഞപ്പോഴേ ഇനി ബ്രഹ്മാവ് വരം കൊടുത്തു എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് തഥാസ്തു എന്ന്. എന്താണ് തഥാസ്തു? ഇത് പറയാൻ ബ്രഹ്മാവ് കുറച്ച് ദൂരെ മാറിയിരുന്നു എന്നാണ്. കാരണം ഈ വരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. പാവം പണ്ട് എറണാകുളത്തപ്പൻ അങ്ങനെ ഒരു തഥാസ്തു എന്ന് പറഞ്ഞ വരം കൊടുത്ത കഥ കിട്ടില്ലേ? ഒരുത്തൻ പൊട്ടൻ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു, ഭക്ത വരം പൃച്ഛ, നീ വരം എന്താ വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ പ്രീതോഹം, പ്രീതനായത്. ഇവൻ എനിക്കറിയില്ല എവിടുത്തുകാരനാണെന്ന്, എറണാകുളത്തുകാരനാവാൻ വഴിയില്ല, എന്തായാലും രാഷ്ട്രീയക്കാരനാവാനേ വഴിയുള്ളൂ. ഒരൊറ്റ വിരൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വിരൽ കണ്ടു, ഇത് ഞാൻ ആരുടെ തലയിൽ വെക്കുന്നു അവൻ്റെ പണി അപ്പം തീരണമെന്ന്, അവൻ പൊട്ടിത്തെറിക്കണമെന്ന്. മനസ്സിലായില്ലേ? മറ്റൊരുത്തൻ നശിച്ചു പോകണമെന്ന്. ഇത് കേട്ടപ്പോൾ പരമശിവൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. തഥാസ്തു. ഇവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പരമശിവനോട് പറയാ, പരമശിവ ഒന്ന് അവിടെ നിൽക്കൂന്ന്. പരമശിവൻ ചോദിച്ചു, ഇനി എന്താ വരാ വേണ്ടത്? ഇനി വരല്ല, ഇത് പരീക്ഷിച്ച് നോക്കണമെന്ന്. ഈ വരേ. അപ്പൊ പരമശിവൻ ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങയുടെ തലയിൽ തന്നെ വെച്ചിട്ട് ഇത് പരീക്ഷിക്കണം. ഈ ചൂണ്ടുവരലും കൊണ്ട് പരമശിവന്റെ പിന്നാലെ അവൻ ഓടിയെന്നാണ്. ശിവന്റെ ജീവിതത്തിൽ അങ്ങനെ ഓടിയിട്ടുണ്ടാവില്ല.
ശിവൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഓടിയിട്ടുണ്ടാവുക. അതും നമ്മളെപ്പോലെ ഓടാൻ പറ്റുന്ന ആൾ ഉടുത്തിരിക്കുന്ന മരവുരി, അത് അരയിൽ ഉറക്കല്ലോ അല്ലേ. പിന്നെ കയ്യിലാണ് ഈ ശൂലം, മാത്ത്, ഈത്ത്, പാമ്പ്, ഇതും വെച്ച് ഓടാൻ പറ്റുമോ? ഭാഗ്യത്തിന് ഭഗവാൻ പ്രകടമായി എന്നാണ് മഹാവിഷ്ണു, കൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ വിഷ്ണു ഒരു വടുവിൻ്റെ രൂപത്തിൽ അവതരിച്ചുകൊണ്ട് ഇവനോട് ശാകുനേ ആടോ, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അവൻ പെട്ടെന്ന് അവിടെ നിന്നു. ഇതാരായ ഒരു കുട്ടിയിൽ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ ആ ശിവന്റെ പിന്നാലെ ഈ വിരലും കൊണ്ടുപോകണം? നീ കേട്ടിട്ടില്ലേ കഥകളൊന്നും? പണ്ട് ദക്ഷൻ ശപിച്ചു കളഞ്ഞു, ഇനി വരം കൊടുത്താൽ അതിനൊന്നും ഫലമുണ്ടാവില്ല. അന്ന് തുടങ്ങിയതാ പാവം. ശിവൻ നടന്ന് വരം കൊടുക്കുക. പാവത്തിനറിയില്ല ഇതൊന്നും ഏൽക്കില്ല എന്ന്. അപ്പം ഇവൻ അങ്ങോട്ട് പെട്ടെന്നത് കൺവിൻസ്ഡായി. ഇവന് മനസ്സിലായി ശിവൻ കൊടുക്കുന്ന വരൊന്നും ഏൽക്കില്ല. എനിക്കും തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആ വിഷ്ണു സ്വന്തം തലയിൽ വിരൽ വെച്ചത് ഈ പൊട്ടനും അങ്ങനെയാണ് വെച്ചു. അവൻ ഏതോ രാഷ്ട്രീയക്കാരനായിരിക്കണം, അന്ധമായി അനുകരിക്കാൻ അവർക്കേ പറ്റുള്ളൂ. അവൻ തലയിൽ, പിന്നെ ഞാൻ പറയണ്ടല്ലോ ബാക്കി എന്താ ഉണ്ടായതെന്നുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പരമശിവൻ ഓടി വന്ന് മഹാവിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു കാര്യം എന്ന്. ഭഗവാൻ പറഞ്ഞു, ഇമ്മാതിരി വരെ മേലാ കൊടുക്കരുതെന്ന്. കാരണം അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അപകടം പിടിച്ചവൻ്റെ കയ്യിലാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്, കൊച്ചുകുട്ടികളുടെ കയ്യിൽ തോക്ക് കൊടുത്തിരിക്കുന്ന പോലെ. ഇതുപോലെ ബ്രഹ്മാവൊന്ന് മാറി നിന്നു. ഇവനാണെങ്കിലോ ലോകം കീഴടക്കിയ അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും. പക്ഷെ കാലം ഇവനെ അങ്ങനെ വെറുതെ വിടില്ലല്ലോ. എല്ലാറ്റിനും കാലത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. നമ്മളിനിയിപ്പോൾ എത്ര ഭൂമിയെ നശിപ്പിച്ചാലും ഒരു ദുരന്തവും പ്രളയമൊക്കെ വന്ന് അടിച്ച് തീർത്ത് ശരിയാക്കി തരണം. കാലത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇവിടെ ഇവൻ്റെ വീട്ടിൽ പ്രഹ്ലാദൻ എന്നൊരു കുഞ്ഞ് വരുന്നു. ആ പ്രഹ്ലാദൻ ജനിച്ചു വന്നപ്പോൾ തന്നെ ചുണ്ടുകൾ അനങ്ങുന്നു. അപ്പം അവരൊക്കെ വിചാരിച്ചു പോലെ പനിപ്രശ്നമായിരിക്കുന്നത്. പിന്നെയല്ലേ നാരായണൻ്റെ മന്ത്ര ചൊല്ലുന്നതെന്ന്. ആ കുട്ടിയുടെ ഉള്ളിൽ ചെറുപ്പത്തിലേ ഭക്തി. എവിടുന്ന് കിട്ടി ഈ കുട്ടിക്ക് ഇത്രയും ഭക്തി? ഒരു പിടിയില്ല. അപ്പം തന്നെ കൊല്ലാനൊക്കെ തോന്നി ഹിരണ്യകശിപുവിന്. വേണ്ട, ഇനി വളരട്ടെ, ഇവനൊരു ഗുരുകുലത്തിലൊക്കെ വളർത്തി ശരിയാക്കാന്നുള്ള രീതിയിൽ വളർന്നു വന്നപ്പോൾ ഒരു ഗുരുകുലത്തിലൊക്കെ ആക്കി ശുക്രാചാര്യരുടെ മക്കളായ ഷണ്ടാമർക്കന്മാരെ ഗുരുക്കന്മാരാക്കി വെച്ച് ആ കുട്ടികളെ, കുട്ടികളെയൊക്കെ അസുരവിദ്യകൾ പഠിപ്പിക്കാനായിട്ട് കുറേ സിലബസൊക്കെ ഉണ്ടായി. ആദ്യത്തെ സിലബസ് ഉണ്ടാക്കി ഹിരണ്യകശിപ. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? 3 കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കാമങ്ങൾ അനുഭവിക്കാനാണ്. അതിനർത്ഥം സമ്പാദിക്കണം. മനസ്സിലായില്ലേ? കാമവും അർത്ഥവും. ഈ കാമവും അർത്ഥവും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ആളുകൾ മാത്രമേ നിലനിൽക്കാവൂ, അത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളത്. ഈ രീതിയിലൊക്കെയുള്ള വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊന്നുമല്ല, ശാശ്വതം നാരായണനാണ്, ആത്മശക്തിയാണ്, ആത്മബോധമാണ്. ആ നാരായണ ജപം തന്നെ മൗനത്തിൽ കൊണ്ടു നടന്ന് അങ്ങനെ കുട്ടി വളർന്നു വരുമ്പോൾ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അച്ഛൻ അങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് മടിയിലൊക്കെ ഇരുത്തി, എന്താ ഉണ്ണി പഠിപ്പിക്കണത്? അധ്യാപകർ നിന്നെ ശ്രദ്ധിക്കുന്നില്ലേ? അധ്യാപകർ നല്ലോണം പഠിപ്പിക്കുന്നില്ലേ? നീയൊക്കെ പഠിക്കുന്നുണ്ടോ? മിടുക്കനായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? എന്നൊക്കെ കൊഞ്ചി ചോദിച്ചതും കുട്ടി കേട്ടതും കൈകൂപ്പിക്കൊണ്ട് എന്താ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാരായണ ജപം ഉത്തമോത്തമെന്നാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് കേട്ടാൽ മൊത്തം അലർജി വരുന്ന ആളോടാണ് പറയുന്നത്. അതൊന്നും കുട്ടി വിചാരിച്ചില്ല, പേടിച്ചില്ല. പറഞ്ഞതും അച്ഛൻ മടിയിൽ നിന്നെടുത്ത് എറിയുന്നതും അടി, ഇടി, തൊഴി, ചവിട്ട്, കുത്ത്, അന്ന് തുടങ്ങി അച്ഛൻ്റെ വക എല്ലാവിധ അനുഗ്രഹങ്ങളും. പിന്നെ അതോടുകൂടി കുട്ടിയെ അടിച്ചും പിടിച്ചും ഗുരുകുലത്തിൽ കൊണ്ടുപോയി. അങ്ങനെ അടിയും തൊഴിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടി മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു അടി കൊണ്ട് നേരെയിട്ടുണ്ടെന്ന്. അങ്ങനെ വീണ്ടും മടിയിലൊക്കെ ഇരുത്തി അച്ഛൻ ചോദിക്കുകയാണ്, എന്താ പഠിച്ചതിൽ സർവശ്രേഷ്ഠം? നീ ഇപ്പോഴെങ്കിലൊക്കെ നേരെയായിട്ട് പഠിച്ചിട്ടാവുമല്ലോ, എന്താ നീ മനസ്സിലാക്കിയത്? എന്താ ഗുരുക്കന്മാർ പറഞ്ഞത്? ആ സമയത്ത് അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്ന വരികളാണ്: ശ്രവണം കീർത്തനം വിഷ്ണോം, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം. 7-ാം സ്കന്ധം 5-ാം അധ്യായം 23-ഉം 24-ഉം ശ്ലോകം. ശ്രവണം കീർത്തനം വിഷ്ണോം, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേ നവലക്ഷണ, ക്രിയതേ ഭഗവത്യത്യ തന്മന്യേ അതീതമുത്തമം. ഉണ്ണി, അച്ഛ, ഒരു ജീവിതത്തിൽ നല്ലത് കേൾക്കുക, ശ്രവണം.
കുറച്ചു നേരം ഇരുന്ന് നാമജപം കീർത്തിക്കുക. അങ്ങനൊരു തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്രമേണ ക്രമേണ ഇത് ഉയർന്നുയർന്ന് ആത്മനിവേദനം, ഒരു അനന്ത സുഖത്തിലേക്ക്, ഉള്ളിലുള്ള അനന്തം ശാന്തിയിലേക്ക്, അനന്തമായൊരു ശക്തിയിലേക്ക് എവിടുന്നോ മനസ്സ് എത്തി നിൽക്കുന്ന പോലെ മനസ്സിൻ്റെ ആ ഭാരം കുറഞ്ഞ്, മനസ്സിൻ്റെ ആ ഒരു വിഷമങ്ങളൊക്കെ മാറി, കഷ്ടപ്പാടുകളൊന്നും ഏൽക്കാത്ത വിധത്തിൽ വലിയൊരു പോസിറ്റീവ് മൈൻഡ്, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള മൈൻഡ്, വെരി പവർഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ്. അതാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ ഹൈലി ഡൈനാമിക് ആയിരുന്നു. മരണം വരെ രാമകൃഷ്ണ പരമഹംസരായാലും സ്വാമി വിവേകാനന്ദൻ പൈൽസിൻ്റെ അത്ര ഉപദ്രവമുള്ള ആളായിരുന്നു. പക്ഷെ ഒട്ടും മെൻ്റലി ഡൗണായ ഒരു ചിത്രമില്ല. ഇവരൊക്കെ ഹൈലി ഡൈനാമിക്കായിട്ട് ജീവിച്ചതിൻ്റെ കാരണം ഉള്ളിലുള്ള ഒരു എനർജി അവർക്കത് കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഉപാസനകളിലൂടെ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ. നമുക്കതില്ലാത്തത് കൊണ്ടാണ് ചത്തതീനൊക്കുമേ, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു ഊർജവുമില്ല, ശക്തിയുമില്ല. പ്രായമാകുമ്പോൾ പിന്നെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഈ എന്നും പറഞ്ഞ് മൂളി ജീവിക്കുന്ന അവസ്ഥ വരുന്ന എന്തുകൊണ്ടാണ്? ഉള്ളിൽ കരുത്തില്ലാത്തതുകൊണ്ടല്ല. ഉള്ളിൽ കരുത്തില്ലാത്തത് കൊണ്ടല്ല. ആ ഉള്ളിലുള്ള കരുത്തിനെ ഉണർത്തി 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 കൊണ്ടുവന്നില്ല. അതൊരു സുപ്രഭാതം കൊണ്ട് സാധിക്കുന്നതല്ല. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇത് കേട്ടതും പിന്നെ അച്ഛൻ പിന്നെ മനസ്സിലാക്കി, ഇനി ഇവൻ നേരെയാവില്ല, ഇവൻ എന്നെ നേരെയാക്കോ എന്നൊരു പേടി. അച്ഛൻ പേടിക്കുകയാണ്, ഇവൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയുമോ, ഇവൻ എന്നെ ക്രമേണ ഒരു ഭക്തനാക്കി മാറ്റുമോ എന്നുള്ളത്. ഞാനിപ്പോൾ നാരായണൻ്റെ ഫാനിലേക്ക് വീണു പോകുമോ എന്നുള്ളൊരു പേടി, നാരായണൻ്റെ ഒരു ഭക്തിയിലേക്ക് വീഴുമോ. അതുകൊണ്ട് ഇനി ഇവനെ വെച്ചിരുന്നാൽ ശരിയാവില്ല, ഇനി ഇവനെ കൊല്ലണം. പിന്നെ കൊട്ടേഷൻ സംഘത്തേക്ക് ഏർപ്പാടാക്കി. ആദ്യത്തെ കൊട്ടേഷൻ സംഘം ഈ ഹിരണ്യകശിവാണ് വിളിക്കുന്നത്. അവരെയൊക്കെ കൊണ്ടുവന്ന് കുട്ടിയെ കൊല്ലാൻ ഏർപ്പാടാക്കും. പിന്നെ കഥകളൊക്കെ ഞാൻ വിസ്തരിക്കുന്നില്ല. മലയുടെ മുകളിൽ നിന്ന് താഴെ ഇടുന്നു അല്ലേ, പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ നോക്കുന്നു, പാമ്പിൻ്റെ പണം അവിടെ നിൽക്കുന്നു, ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു, ആന കാല് പൊക്കി നിൽക്കുന്നു, ചവിട്ടുന്നില്ല. ഇവിടുത്തെ ആന പോലെ ഒരു നിമിഷം നിന്നുപോയി ആന. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കടലിൽ കൊണ്ടിടുന്നു, തീയിൽ കൊണ്ടിടുന്നു. ഒരു തരത്തിലും കുട്ടിയെ കൊല്ലാനുള്ള ഉപായങ്ങളൊക്കെ നോക്കിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ വന്നപ്പോൾ കിങ്കരന്മാർ പേടിച്ച് വിറച്ച് പറഞ്ഞു, ഈ കുട്ടി ഇനി വല്ലതും ചെയ്താൽ ഞങ്ങളുടെ ആയുസ് പോവും, ഇനി ഞങ്ങളെ കൊണ്ട് ഈ പാതകം ചെയ്യിക്കരുത്, എന്താ വെച്ചാൽ അങ്ങ് ചെയ്തോളൂ, ഞങ്ങൾ പോകുന്നു. കുട്ടി ഇട്ടിട്ട് അവർ പോയി. അപ്പോഴേക്കും രാജാവ് വാളൊക്കെ വലിച്ചൂരി വെട്ടാൻ വേണ്ടിയിട്ട് അധ്യാപകരായ ചണ്ടാമർക്കന്മാർ വന്നു. ഒരു ഫൈനൽ ചാൻസ്, ഞങ്ങൾ ഒന്നുകൂടി കൊണ്ടുപോയിട്ട് നോക്കാതെ. ഗുരുകുലത്തിൽ കൊണ്ടുപോയി വീണ്ടും അടി തൊഴി ഇടിയൊക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അധ്യാപകരില്ലാത്ത സമയം നോക്കി ഈ കുട്ടി മറ്റു കുട്ടികൾക്ക് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ഭാഗം 6ഉം 7ഉം അധ്യായത്തിൽ കാണാം. കുട്ടികളോട് പറയുകയാണ്, നോക്കൂ കുട്ടികളെ, എന്നെ ഇത്ര മെൻ്റലി ഫിസിക്കലി ഇവർ ടോർച്ചർ ചെയ്തു, ഇതിൽ പരം ഒരു മെൻ്റൽ ടോർച്ചർ വേറെ ഇല്ല. പക്ഷെ എന്നിട്ടും എൻ്റെ മനോബലം തകർക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഇതെവിടെ നിന്നാണ് എനിക്ക് ഈ മനോബലം? അതെനിക്ക് കിട്ടിയിട്ടുള്ളത് അതൊരു ഗുരുത്വമാണ്. ഈ ഗുരുത്വം എനിക്ക് കിട്ടിയത് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് പണ്ട് ഇന്ദ്രൻ അമ്മയെ കൊണ്ടുപോയി എന്നാണ്. കുട്ടിയായിരിക്കുന്ന എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ നാരദ മഹർഷി വഴിയിൽ വെച്ച് കണ്ട് ഭാഗവതോത്തമനാണ് കുട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ആ നാരദ മഹർഷി ആശ്രമത്തിൽ നടത്തിയ ഈ കഥകളും അതുപോലെ തന്നെ നാമസങ്കീർത്തനങ്ങളും എൻ്റെ ഉള്ളിൽ തട്ടി കുട്ടികളെ. അന്നു മുതൽ എനിക്ക് മനസ്സിലായി, ഈ 2 വരികൾ നിങ്ങൾ ഓർത്തോളണേ. 2 വരികൾ 6ആം അധ്യായത്തിൽ പ്രഹ്ലാദൻ പഠിപ്പിക്കുന്ന 2 വരികൾ, 2 വരികൾ ഓർത്താലും മതി. പറയുന്നത്, യഥാഹി പുരുഷസ്യേഹ വിഷ്ണോ പാദോപസർപ്പണം യദേശ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വര സുഹൃത്. ഈ ഒരു വാക്ക് നിങ്ങൾ പറയണം, ആത്മ ഈശ്വര സുഹൃത്ത്, പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ഒന്ന് പറഞ്ഞു നോക്കൂ. ആരാണ്? ആത്മാവാണ് തൻ്റെ ഈശ്വരൻ. ആ ഈശ്വരനാണ് തൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നാണ്. തൻ്റെ ശക്തി,
പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ഒന്ന് പറയൂ, എന്തൊരു ആ വാക്ക് നോക്കൂ നിങ്ങൾ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മശക്തി തന്നെയാണ് ഈശ്വരൻ. ഈശ്വരനും ആത്മാവും കൂടെ വന്നില്ല. ഈശ്വരനും ആത്മാവും ഒന്നെന്ന ബോധം അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ ഉറച്ച കുട്ടി പറയുന്നു. അതുകൊണ്ട് കൗമാരാചരി പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യദ്രുവമർത്തതം. കുട്ടികളെ, ഈ അനുഭവം നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ എന്നും അല്പനിമിഷം ജപിച്ച് 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 നമ്മൾ ആ ശക്തി ആർജിക്കുമ്പോഴാണ്, മനോബലം വർദ്ധിക്കുമ്പോഴാണ് ആത്മാവും ഈശ്വരനും ഒന്നാണെന്ന അറിവും അനുഭവവും അനുഭൂതിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ജപിക്കാത്തോടത്തോളം കാലം നിങ്ങൾക്കിത് പറഞ്ഞത് മനസ്സിലാവില്ല. വെറുതെ അക്കാഡമിക് നോളജ് ഉണ്ടാവും, പക്ഷേ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. ഇൻഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ, പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ പരിശീലനം വേണം, നിരന്തരമായ പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തതും കുട്ടികളൊക്കെ പിന്നെ നാമം ചൊല്ലാണ്. അപ്പം കുട്ടികളെ ഒന്നുകൂടി കൺവിൻസ് ചെയ്യാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ശ്വാസം നിങ്ങളാണോ അകത്തേക്ക് കൊണ്ടുപോകുന്നത്? ഒരു ശക്തി ഉള്ളിൽ നിന്ന് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടേ? അതും പ്യൂരിഫൈ ചെയ്തിട്ട് ഓക്സിജനാക്കി മാറ്റിയെടുക്കണ്ടേ? അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമാണോ ഉള്ളത്? അതിനെ ഓക്സിജനാക്കി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ ഉള്ളിലൊരു ഇൻ്റലിജൻസ് ഉണ്ടാവണ്ടേ കുട്ടികളെ? ഒരു ശക്തി വേണ്ട ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ. മരിച്ചു കഴിഞ്ഞവൻ്റെ ശരീരത്തിലേക്ക് ഒരു പൊടി പോലും വായു കയറുന്നില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ അത് കയറുന്നുവെങ്കിൽ ഒരു ജീവശക്തിയുടെ മഹത്വമല്ലേ? അത് തന്നെയാണ് ആത്മശക്തി. കുട്ടികളെ, ഇത് മറക്കരുത്. നമ്മൾ ഈ ജീവൻ എന്ന് പറയുന്നതിനെ ദുർലഭമായി കണ്ടു, ദുർബലമായി കണ്ടു. ഈ ജീവശക്തിയിൽ തന്നെയാണ്, കേട്ടില്ല, ആത്മശക്തി ഇരിക്കുന്നത്. അതായത് ജീവാത്മാവിൽ തന്നെയാണ്. കൂടെ വന്നില്ല. പരമാത്മശക്തി ഇരിക്കുന്നെങ്കിൽ ഈ ജീവാത്മശക്തിയെ ആ പരമാത്മശക്തിയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് അനുഷ്ഠാനങ്ങൾ കൂടിയേ സാധിക്കും. നോക്കൂ, ഒരു തീപ്പെട്ടിക്കൊള്ളിക്കൊണ്ട് നമ്മൾ ഒരു പുല്ല് നല്ലവണ്ണം, നിങ്ങൾ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഈ മല പ്രദേശങ്ങളിലൊക്കെ പുല്ല് കരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഒന്ന് തീയിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത്, പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടാവും നോർത്തിൽ ഹരിയാനയിലൊക്കെ പാടത്ത് ഇങ്ങനെ തീ കൊടുക്കും. വല്ലവനും ബീഡി വലിച്ചിട്ടാവും. പക്ഷെ അതിൻ്റെ ഉപദ്രവം പാകിസ്ഥാൻ, പഞ്ചാബ്, ഡൽഹി ഈ സ്ഥലങ്ങളിൽ പിന്നെ കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിൽ അത്ര ഡാർക്കായിട്ട് ഞാൻ അനുഭവിച്ച ആളാണ്. ഞാൻ അവിടെ സപ്താഹം നടത്തുമ്പം അന്ന് ഈ പുകയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വലിയ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അത്ര മൂടൽ മഞ്ഞ് പോലെ കിടക്കുന്ന അവസ്ഥകൾ. അപ്പം ആരോ ചെയ്ത പണിയാണ്. പക്ഷെ അതങ്ങോട്ട് തീ പടർന്ന് 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 ഒരു വലിയ പുകമക ഉണ്ടാക്കുന്ന പോലെ ഒരു ചെറിയ ശക്തി, ആത്മശക്തി, അതങ്ങനെ ഊതി ഊതി ഒരു കത്തി വളർന്നു വരുന്ന പോലെ ഒരു ആത്മശക്തി നമ്മൾ വളർത്തിയാൽ അത് ക്രമേണ പരമാത്മശക്തിയായി മാറും. ഉള്ളിൽ ജീവശക്തിയെ നമ്മൾ എന്താക്കി മാറ്റണം? പരമാത്മശക്തിയാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പരമാത്മശക്തിയിലേക്ക് ഉയരുന്ന വിധത്തിൽ അനുഷ്ഠാനങ്ങൾ വേണം. ഇത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസത്തിൻ്റെ പിന്നിൽ ഞാൻ വിളിക്കുന്ന നാരായണനുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ നാരായണൻ എന്ന് പറയുന്നത് ശംഖചക്രം പിടിച്ചിട്ടൊരാളല്ല, ഉള്ളിലുള്ള ശക്തിയാണ്. കുട്ടി പറഞ്ഞു കൊടുക്കണം. ഏതാ ആഗ്രഹക്രസ്തകജിൽ കൊജിത് ആക്രന്ദതേത്യായതി വന്ദതേ ജനം മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ, മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണാത്മഗതത്രപ. നാരായണ എന്ന ആ നാമം ഞാൻ വിളിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ശക്തിയെ കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ജപിക്കാം, നിങ്ങളുടെ ഉള്ളിലും ആ ശക്തിയുണ്ട്. അപ്പം എല്ലാവരും നാമം ജപിക്കാൻ പറയാണ്. ഉള്ളിലുള്ള ശക്തിയെ ഞാൻ വിളിക്കുന്ന പേരാണ് നാരായണൻ. എൻ്റെ ഉള്ളിലുള്ള അന്തർജ്യോതി, അന്തശക്തി. ഇതൊക്കെ നിങ്ങൾ നോക്കൂ, കുറച്ചൊരു ഉപനിഷത്തൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാരായണ എന്നുള്ള വാക്കിന് അർത്ഥം ഉപനിഷത്ത് കൊടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ കുട്ടികളോട് നാരായണൻ എന്ന് പറയുന്ന ഒരു രൂപത്തിനെയാണ്. എന്നാൽ നാരായണ ഉപനിഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത് നാരായണൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നതാണെന്ന് പറയുന്നത്.
നാരായണ ഉപനിഷത്തൊക്കെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല. ഇവിടെ കുറേ പേരൊക്കെ ഉപനിഷത്തൊക്കെ വായിക്കുന്നവരുണ്ടല്ലോ. അവിടെ പറയുന്നത് എന്താണ്? അന്തർഹൃതി എന്താ പറയുന്നത്? ഏതാണ് മന്ത്രം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാരായണോ പരം ജ്യോതി. എൻ്റെ മനസ്സാ ഉപനിഷത്ത് നിന്ന് മാറി ഭാഗവതത്തിൽ എന്ന് കിടക്കുകയാണ്. എന്താ പറയുന്നത്? പോകുന്നില്ല അങ്ങോട്ട്. പറയാ, ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? നാരായണോ പരബ്രഹ്മ ഇങ്ങനെ പോയി പറയണത് പോയി കിട്ടുന്നില്ല. പോയി മനസ്സ് പോയി, ഉപനിഷത്തുകളൊക്കെ മാറി. ഏതാണ്? അന്തർബഹിശ്ച ഭൂതാനം അല്ലെ? വ്യാപ്യനാരായണ സ്ഥിത അനന്തമവ്യം കവികം സമുദ്രേന്ദ്രം, അതങ്ങനെ പോകണു. അതിന് മുമ്പ് അന്തർഹൃതി. ഗീതയിലേക്കാണ് പോകുന്നത്. ആ വാക്കെന്താണ്? അന്തർബഹിശ്ച ഭൂതാനം. അങ്ങനെ ഭൂതാനാണെന്നാണോ? അല്ല, പോയി, മനസ്സ് പോയി. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? ഒന്ന് ക്ലിയർ ആക്കി തരാം. അന്തർഹൃതിശ്ച ഗീതയാണ് വരുന്നത്, ഉപനിഷത്തല്ല. ഭൂതാനം വ്യാപ്യനാരായണ സ്ഥിത അന്തർബഹിശ്ച ഭൂതാനം വ്യാപ്യനാരായണ സ്ഥിത അനന്തമവ്യയം കവികം സമുദ്രേന്ദ്രം അല്ലേ? എങ്ങനെയല്ലേ തുടങ്ങണത്? പിന്നെയാണല്ലോ സബ്രഹ്മ സശിവ സഹരി സവിഷ്ണുസോ, അങ്ങനെയൊക്കെയല്ലേ മന്ത്രം പോകുന്നത്. സവിഷ്ണു സശിവ സഹരി സേന്ദ്രസോക്ഷരസ്വരാൾ ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിങ്കളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രം ഉപസംഹരിപ്പിക്കുമ്പോൾ പറയുന്നത് അന്തർബഹിശ്ച ഭൂതാനാം അന്തർബഹിഭൂതാനാം വ്യാപ്യനാരായണ സ്ഥിത. ഉപനിഷത്ത് മന്ത്രമാണ്. വ്യാപ്യനാരായണ സ്ഥിത, എല്ലാറ്റിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരംപൊരുൾ തന്നെയാണ്, പരംജ്യോതി തന്നെയാണ് നാരായണൻ. അതുകൊണ്ട് ആ നാരായണൻ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. ആ ശക്തിയാണ് ഞാൻ നാരായണൻ എന്ന് വിളിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ജപിച്ചോളൂ കുട്ടികളെ. പിന്നെ ഈ കുട്ടികളെല്ലാം നാമം ചൊല്ലുന്നതും ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കുട്ടിയെ വലിച്ചു കൊണ്ടുപോകണം, വലിച്ചഴച്ച് കൊണ്ടുപോകണം. ഇനിവൻ ജീവിച്ചിരുന്നോടാ. ഇനി എന്താ പറയുക, ആ കുട്ടി ജീവിച്ചിരുന്നാൽ അധ്യാപകർക്ക് പോലും പേടിയാവാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുപോയി പിന്നെ ഹിരണ്യകശിപു അലറിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് പറയാണ്, എവിടുന്നാടാ നിനക്ക് ഇത്രയും ധൈര്യം? ആരാടാ നിനക്ക് ഈ ബലം തരുന്നത്? ആരാടാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? എന്ത് കണ്ടിട്ടാണ് നീ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നത്? ഇനി നീ ജീവിക്കാൻ അർഹനല്ല. നീ എൻ്റെ പുത്രനായിട്ട് ഇനി തുടരുന്ന പ്രശ്നമില്ല. ഇനി നിന്നെ ഞാൻ തുണ്ടം തുണ്ടമായി കൊന്നിരിക്കുന്നൊക്കെ പറഞ്ഞ അലറി വാളൊക്കെ എടുത്ത് കുട്ടിയുടെ നേരെ ഓങ്ങുമ്പോൾ അവിടെയും നമുക്ക് കുട്ടിയുടെ ആ ഒരു ധൈര്യം കാണാം. അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാണ്, അച്ഛൻ അങ്ങനെ വെട്ടിക്കൊന്നാലും എൻ്റെ മനോബലം തകർക്കാൻ പറ്റില്ല. എൻ്റെ ശരീരം തുണ്ടം തുണ്ടാക്കാൻ പറ്റും. അങ്ങക്ക് എൻ്റെ മനസ്സിനെ അല്പം പോലും ഒരു നിമിഷം പോലും തകർക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ശക്തി തന്നെയാണ്. ആ കുട്ടിക്ക് ഒരു സംശയമില്ല. പറയുന്നത് അത്ര ഉറപ്പിലാണ് ആ കുട്ടി അച്ഛനോട് പറയുന്നത്. ഇതൊക്കെ ഭാഗവതത്തിൽ ഞാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് 8ാമത്തെ അധ്യായത്തിൽ കാണാം. സകേന കേവലം മേ ഭവതശ്ചരാജൻ സവൈഫലം ബലിനം ചാപരേഷം പരാവരേമി സ്ഥിരജംഗമായേ ബ്രഹ്മാദയോയേന വശം പ്രണീത. എൻ്റെ ഫലമുണ്ടല്ലോ, ഈ ഫലം എൻ്റെ ഉള്ളിൽ മാത്രമല്ല അച്ഛൻ്റെ ഉള്ളിലും ഉണ്ട്. ഈ ഫലം തന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് എനിക്ക് നാരായണൻ. അച്ഛൻ ഈ ഫലത്തെ ദുരുപയോഗം ചെയ്യുന്നു, ഞാൻ ആ ഫലത്തെ സദുപയോഗം ചെയ്യുന്നു. ഒരാൾ ശക്തിയെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഞാൻ എൻ്റെ ശക്തിയെ എൻ്റെയും മറ്റുള്ളവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരേ കത്തി തന്നെ അത് പച്ചക്കറിയും നുറുക്കാം, ആളെയും കൊത്തിക്കൊല്ലാം. ആളെ കൊത്തിക്കൊല്ലുന്ന സമയത്ത് അത് സ്വാർത്ഥത്തിന് ഉപയോഗിക്കുക, മറ്റത് വല്ലവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനാണ്. എന്നതുപോലെ എൻ്റെ ശക്തി ഞാൻ ഉപയോഗിക്കുന്നത് ദൈവികമായ ശക്തിയെ നന്മയ്ക്ക് ഉപയോഗിക്കുന്നു, അച്ഛൻ തിന്മയ്ക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അച്ഛനോട് പറയാനുള്ളത്, ജഹ്യാസുരം ഭാവമിമം ത്വമാത്മന
സമം മനോദസ്സന സന്ധി വിദ്യുഷ ഹൃദയജിത് ആത്മനതൽപദസ്ഥിതൽ തദ്ദേഹ്യനന്ദസ്യ മഹൽ സമർപ്പണം. അച്ഛൻ്റെ ആ മനസ്സുണ്ടല്ലോ, ഈ സ്വാർത്ഥ മനസ്സ്, ദുഷ്ട മനസ്സ്, ഒന്ന് സമർപ്പിക്കൂ. സ്വയം ചോദിക്കൂ, ഇതൊക്കെ എൻ്റെ ശക്തിയാണോ? ഞാൻ ഈ ഉപയോഗിക്കുന്നതൊക്കെ എൻ്റെ ശക്തിയാണോ? രാവിലെ ഉണരുന്നു, ഈ ഉണർത്തുന്ന അച്ഛൻ തന്നെയാണോ? ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ പറ്റുന്ന അച്ഛൻ്റെ കഴിവുകൊണ്ടാണോ? ഈ ഉപകരണങ്ങളൊക്കെ ഉള്ളി പറക്കുകയെന്നൊക്കെ അച്ഛനാണോ ചെയ്യുന്നത്? ആർട്ടും ലിവറും ഒക്കെ ഒന്ന് ഓർക്കുക. അപ്പം അച്ഛൻ്റെ ഉള്ളിലുള്ള ശക്തി, അച്ഛൻ ആ ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും അത് ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനാവരുത്, അത് നന്മയ്ക്ക് ഉപയോഗിക്കച്ച എന്നൊക്കെ അച്ഛന് പോലും ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പ്രഹ്ലാദനെ നമ്മൾ കാണാണ്. ഇത് കേട്ടപ്പോഴാണ് ചിതർത്തട, നീ എൻ്റെ എന്താണ് മനോബലം നഷ്ടപ്പെടുത്താൻ നോക്കുകയാണ്, ധൈര്യം ചോർത്താൻ നോക്കുകയാണോ? നീ ജീവിക്കാൻ അർഹനല്ല, നീ കുലാന്തകൻ, വംശനാശകൻ, അസുരവംശത്തിന് അപമാനം, ജീവൻ നഷ്ടപ്പെട്ടവൻ, ശവം എന്നൊക്കെ പറഞ്ഞ് ചീത്തയോട് ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഇത്രയും ബലം തരുന്നൊരു ദൈവം, ഈശ്വരൻ, നാരായണൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നീ വല്ലതും കണ്ടിട്ടുണ്ടല്ലോ? നീ എന്നെ കാണുന്നില്ലേ? ഞാനല്ലേ നിന്റെ ശക്തി, ഞാനല്ലേ നിനക്ക് ഭക്ഷണം തരുന്നത്, ഞാനല്ലേ നിന്നെ ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത്, ഞാനല്ലേ നിന്റെ ജീവിതത്തിലെല്ലാം സർവസ്വം നേടിത്തരുന്നത്. എന്നിട്ട് നീ നാരായണൻ നാരായണൻ, എവിടെയുണ്ടടാ നാരായണൻ? നീ കണ്ടിട്ടുണ്ടോ നാരായണൻ? ഇതൊക്കെ പറഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് നാരായണൻ എവിടെ, നാരായണൻ എവിടെ, നാരായണൻ എവിടെ? കുട്ടി ഒരു നിമിഷം ഇങ്ങനെ ഹൃദയത്തിൽ കൈവച്ച് നാരായണൻ എവിടെയാണ്? അച്ഛന് തന്നെ തോന്നി ചോദിക്കാൻ, ഈ കാണുന്ന തൂണിലുണ്ടടാ നിന്റെ നാരായണൻ. ഇത് കേട്ടപ്പോൾ കുട്ടി പറഞ്ഞു, തൂണിലും തുരുമ്പിലൊക്കെ എൻ്റെ ഹൃദയത്തിലുള്ള നാരായണൻ എല്ലായിടത്തും ഉള്ള നാരായണനാണ്, എവിടെയും എൻ്റെ നാരായണൻ ഉണ്ട്. നാരായണൻ ഇല്ലാത്തതായി എനിക്ക് ഒരു ഇടവുമില്ല. നാരായണൻ എവിടെയും അവിടെയുമുണ്ട്. എവിടെയാടാ നാരായണൻ തൂണിലിരിക്കുന്നത്? ഏത് തൂണിലിരിക്കുന്നു എന്നാ പറയണത്? ഈ തൂണിലുണ്ടോ എന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ആ ധാർഷ്ട്യം, അഹങ്കാരം, കുട്ടിയോടുള്ള ദേഷ്യം, അങ്ങനെ ഒരു തൂണിലും ദൈവം എവിടെ ഇരിക്കുക, താനല്ലാത്തൊരു ദൈവവും ഇല്ല എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ അവിടെ നിന്നൊരു ഓട്ടമാണ് ആ തൂണിൻ്റെ നേരയ്ക്ക്. പിന്നെ അങ്ങോട്ട് ആഞ്ഞ് വലിച്ച് വെട്ടുന്നതും തൂട് കീറി പിളരുന്നതും. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഹിരണ്യകശിപു സ്വപ്നം പോലും വിചാരിക്കാത്ത വെളുത്ത താടിരോമങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് വരുന്നു, കൂർത്ത പല്ലുകളും നഖങ്ങളും പുറത്തേക്ക് വരുന്നു. കണ്ണാണെങ്കിൽ രക്തവർണം, നാക്ക് നീട്ടിക്കൊണ്ടുള്ള രക്തവർണം, രക്തമൊലിക്കുന്ന പോലെ ഒരു ഉഗ്രസിംഹം, ഭയാനക രൂപം, ഉഗ്രമായ ഒരു സിംഹത്തിൻ്റെ തലയിങ്ങനെ പുറത്തേക്ക് വരുന്നു. താഴോട്ട് മനുഷ്യൻ്റെ ഉടലുമായിട്ടുള്ള ഒരു രൂപം ഉഗ്രഗർജനത്തോടുകൂടി, സിംഹഗർജനത്തോടുകൂടി തൂണിൽ നിന്ന് പുറത്തേക്കൊരു ചാട്ടവും. എല്ലാറ്റിനും കഴിവുണ്ടെന്ന് കരുതിയ ഹിരണ്യകശിപു ഒരു നിമിഷത്തേക്കെങ്കിലും ഐസ് പോലെ പോയി. പിന്നെയാണ് ധൈര്യമൊക്കെ വീണ്ടെടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നതും. ആ യുദ്ധത്തിൽ ഭഗവാൻ ഇങ്ങനെ നോക്കി, പകല് പാടില്ല, രാത്രി പാടില്ല, പുറത്ത് പാടില്ല, അകത്ത് പാടില്ല, ആകാശത്തിൽ പാടില്ല, ഭൂമി പാടില്ല. ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ കൊട്ടേഷൻ ശരിയാവണ്ടേ, ഈ ഓർഡറുകളൊക്കെ. പിന്നെ ആയുധം പാടില്ല, അത് പാടില്ല എന്നതൊക്കെ ശരിയാക്കണം. ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്ന് പിന്നീട് ആ ഒരു ഉമ്രപ്പടിയിലിരുന്ന് അങ്ങോട്ട് വലിച്ച് കീറി പൊളിച്ച് ഹിരണ്യകശിപുവിനെ വധിക്ക് ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന ആ രംഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ നരസിംഹാവതാരത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മൾ ഈ നരസിംഹാവതാരം കാണുമ്പോൾ, നിങ്ങൾ ഒരു വശത്ത് ഇത് കാണുമ്പോഴും ഉള്ളിൽ ആ ഭക്തിഭാവം ഉണർത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭക്തിയുടെ ശക്തി ഉണർത്തണം. നമ്മൾ വെറുതെ ഇത് കാഴ്ച കണ്ടു പോയാൽ പോരാ, നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ഭാവം ഉണരണം. എവിടെയെങ്കിലും നിങ്ങളിപ്പോൾ ചൊല്ലുന്ന ആ ശക്തി നിങ്ങൾക്ക് തരുന്നൊരു കരുത്തുണ്ടാവും. പിന്നീട് എപ്പോഴും ഓർത്തോളണം, ഇന്ന് നമ്മൾ ജപിക്കുന്നത് നാളെ നമ്മുടെ കരുത്താണ്. ഇന്ന് നമ്മൾ ജപിക്കുന്നത് നാളെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഊർജമാണ്. ഇപ്പം നമുക്കത് തോന്നില്ല, പക്ഷെ നാളെ നിങ്ങൾക്കതുകൊണ്ടുള്ള ഒരു ഊർജ്ജശക്തി, ഒരു കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തോന്നും. അതുകൊണ്ട് എല്ലാവരും നട്ടലൊക്കെ നിവർന്നിരുന്ന് എല്ലാവരും ഉറക്ക ചൊല്ലണം. ആ ഭഗവാന്റെ നരസിംഹാവതാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ